ഹായ്, നമസ്കാരം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കഥാരൂപത്തിലുള്ള ടെൻസ് പഠിപ്പിക്കുന്ന ഈ കഥ കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാവരും 12 ടെൻസ് ഫോമും പഠിക്കുന്ന രീതിയിലേക്കുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഥയിലേക്ക് പോകും മുൻപ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കഥയിൽ ലയിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ പറയുന്ന ഓരോന്നും, സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ വസ്തുതകളും വളരെ കൃത്യമായി മനസ്സിലാക്കുക കൂടി ചെയ്യണം. അതിനു മുൻപായി ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന 12 ടെൻസ് ഫോമും ആ 12 ടെൻസ് ഫോമിൻ്റെയും മലയാളത്തിലുള്ള സെൻറ്റൻസ്, മലയാളത്തിലുള്ള വാക്യം അവസാനിക്കുന്നത് ആ ടെൻസ് ഫോമിൽ എങ്ങനായിരിക്കും എന്നുകൂടെ ചേർത്തിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കാണുക. ടെൻസ് എല്ലാവരും ഒന്ന് നോക്കിക്കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം, അതായത് ഒരു മലയാളത്തിലുള്ള വാക്ക് ഒരു ടെൻസിൽ എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എന്നുകൂടെ അവിടെ ചേർത്തിരിക്കുന്നത് കാണാം. മലയാളത്തിൽ പറയുമ്പോൾ ആ മലയാളത്തിലെ സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം ആ ടെൻസിൽ അവസാനിക്കുന്ന രൂപം കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിരസകരമായ ആ കഥയിലേക്ക് കടക്കാം. കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായിട്ടുള്ള ധനിക കുടുംബം, കൊട്ടാര സദൃശമായ വീട്. ഇന്ന് അവിടെ വലിയ ഒരുക്കങ്ങളാണ്. നാളെ അവിടെ ആ ധനികന്റെ മകളുടെ വിവാഹമാണ്. 100 കണക്കിന് വിദേശികൾ എത്തിയിരിക്കുന്നു. ധാരാളം പേർ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ ഒത്തുചേർന്നിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ സമയം രാത്രി 10 മണി. ആരും ഉറങ്ങുന്നില്ല. എല്ലാവരും വളരെ സന്തോഷത്തിൽ, ആഘോഷത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ്. അതാ മണവാട്ടി പെണ്ണിന്റെ റൂമിൽ നിന്നും ഒരു വലിയ കരച്ചിൽ. എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു. എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം എല്ലാവരും അറിയുന്നത്. നാളെ വിവാഹിതയാകേണ്ട ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് കൊലപ്പെടുത്തിയത്? എന്തിനാണ് കൊലപ്പെടുത്തിയത്? കേസ് അന്വേഷണത്തിനായി പോലീസ് ഓഫീസർ രാജ്കുമാർ സ്ഥലത്തെത്തുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി. കൊലപാതകം നടന്നിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവനും മോഷ്ടിക്കുവാനാണ്. അത് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നുകൂടി തുടക്കത്തിൽ തന്നെ പോലീസ് ഓഫീസർക്ക് മനസ്സിലായി. കൊലപാതകി ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി ഇന്ന് ഈ തിരക്കിനിടയിൽ, ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരിക്കലും ആ കൊലപാതകം നടക്കില്ലായിരുന്നു. പോലീസ് ഓഫീസർ ഓരോ സൂചനയും വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുന്നു. പോലീസ് ഓഫീസർ എക്സാമിൻസ് എവരി ക്ലൂ കെയർഫുള്ളി. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പോലീസ് ഓഫീസർ ഓരോ സൂചനയും വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുന്നു. പോലീസ് ഓഫീസർ എക്സാമിൻസ് എവരി ക്ലൂ കെയർഫുള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഓഫീസർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നു. മരണസമയത്ത്, കൊലപാതക സമയത്ത് ആ മുറിയിൽ ആ മണവാട്ടി, മരിച്ച പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരും തന്നെ ആ സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ആ കൊലപാതകി എത്ര വിദഗ്ധമായിട്ടായിരിക്കും ആ മുറിയിലെത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? കൊലപാതകി കൊട്ടാരം വിട്ടുപോയിട്ടില്ല എന്നുറപ്പാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രാഥമിക പരിശോധനയിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. കാരണം ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് മാത്രമേ അത്ര വിദഗ്ധമായി കൊലപാതകം നടത്താൻ സാധിക്കുകയുള്ളൂ. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും ചോദ്യം ചെയ്യുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. പോലീസ് ഓഫീസർ ഇപ്പോൾ സംശയാസ്പദമായ ആളുകളെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ഓഫീസർ ഈസ് ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്സ്. ശ്രദ്ധിക്കുക. പോലീസ് ഓഫീസർ ഇപ്പോൾ സംശയാസ്പദമായ ആളുകളെ ചോദ്യം ചെയ്യുകയാണ്. പോലീസ് ഓഫീസർ ഈസ് ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്സ്.
സംശയാസ്പദമായ എല്ലാവരെയും ചോദ്യം ചെയ്തതിനു ശേഷം കൊലപാതകം നടന്ന മുറിയിലേക്ക് പോലീസ് ഓഫീസർ എത്തി. വിദഗ്ധമായ പരിശോധന തന്നെ നടത്തി. പെട്ടെന്നവൻ നിലത്തിൽ ഒരു ഷൂവിൻ്റെ അടയാളം കണ്ടെത്തിയിരിക്കുന്നു. ഹി ഹാസ് ഫൗണ്ട് എ ഷൂ പ്രിന്റ് ഓൺ ദി ഫ്ലോർ. പെട്ടെന്ന് അവൻ നിലത്തിൽ ഒരു ഷൂവിൻ്റെ അടയാളം കണ്ടെത്തിയിരിക്കുന്നു. ഹി ഹാസ് ഫൗണ്ട് എ ഷൂ പ്രിന്റ് ഓൺ ദി ഫ്ലോർ. കേസിന് വഴിത്തിരിവാകുന്ന ഏറ്റവും നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു. ഷൂ പ്രിന്റ്. അതിലൂടെ ഈ കേസ് തെളിയിക്കുവാനുള്ള പോലീസ് ഓഫീസറുടെ ശ്രമം ആരംഭിക്കുന്നു. സംശയാസ്പദമായിട്ടുള്ള എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്തി ഷൂ ഓരോരുത്തരുടേതായി പരിശോധിക്കുന്നു. അവൻ 2 മണിക്കൂറായി ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ 2 മണിക്കൂറായി ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. He has been investigating the case for 2 hours. He has been investigating the case for 2 hours. ഇതിനിടയിൽ കൊലപാതകി രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു. The murderer escaped through a secret passage. ഇതിനിടയിൽ കൊലപാതകി രഹസ്യ വഴിയിലൂടെ രക്ഷപ്പെട്ടു. The murderer escaped through a secret passage. കൊലപാതകി അതിവേഗത്തിൽ വീടിൻ്റെ പുറകിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. The murderer was running toward the back of the house. കൊലപാതകി അതിവേഗത്തിൽ വീടിൻ്റെ പുറകിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. The murderer was running toward the back of the house. പോലീസ് ഓഫീസർ അതിവേഗം കൊട്ടാരത്തിന് വെളിയിലേക്ക് പാഞ്ഞു. എങ്ങനെയും കൊലപാതകിയെ പിടിക്കണം. എന്നാൽ പോലീസ് ഓഫീസർ കൊട്ടാരത്തിന് പുറത്തെത്തുന്നതിന് മുൻപ് കൊലപാതകി രക്ഷപ്പെട്ടിരുന്നു. ബിഫോർ ദ പോലീസ് ഓഫീസർ അറൈവഡ് ഔട്ട്സൈഡ് ദ പാലസ്, ദ മർഡറർ ഹാഡ് എസ്കേപ്പഡ്. പോലീസ് ഓഫീസർ കൊട്ടാരത്തിന് പുറത്തെത്തുന്നതിന് മുമ്പ് കൊലപാതകി രക്ഷപ്പെട്ടിരുന്നു. ബിഫോർ ദ പോലീസ് ഓഫീസർ അറൈവഡ് ഔട്ട്സൈഡ് ദ പാലസ്, ദ മർഡറർ ഹാഡ് എസ്കേപ്പഡ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലായി. ആ കൊലപാതകി പല ആഴ്ചകളായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ മർഡറർ ഹാഡ് ബീൻ പ്ലാനിങ് ദിസ് മർഡർ ഫോർ വീക്സ്. ആ കൊലപാതകി പല ആഴ്ചകളായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ മർഡറർ ഹാഡ് ബീൻ പ്ലാനിങ് ദിസ് മർഡർ ഫോർ വീക്സ്. കൊലപാതകി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ഓഫീസർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ അവനെ തീർച്ചയായും പിടിക്കും. പോലീസ് ഓഫീസർ വിൽ ക്യാച്ച് ദ മർഡറർ. പോലീസ് ഓഫീസർ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ തീർച്ചയായും പിടിക്കും. പോലീസ് ഓഫീസർ വിൽ ക്യാച്ച് ദ മർഡറർ. പോലീസ് ഓഫീസറുടെ ആത്മവിശ്വാസം കണ്ടു നിന്നവർ മനസ്സിൽ കരുതി, നാളെ ഇതേ സമയം പോലീസ് ഓഫീസർ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ടുമോറോ അറ്റ് ദിസ് ടൈം പോലീസ് ഓഫീസർ വിൽ ബി ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്. നാളെ ഇതേ സമയം പോലീസ് ഓഫീസർ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ടുമോറോ അറ്റ് ദിസ് ടൈം പോലീസ് ഓഫീസർ വിൽ ബി ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്. പ്രഭാതമാകുമ്പോഴേക്കും പോലീസ് ഓഫീസർ കേസ് പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ടാകും. ബൈ മോർണിംഗ് പോലീസ് ഓഫീസർ വിൽ ഹാവ് സോൾവഡ് ദ കേസ്. പ്രഭാതമാകുമ്പോഴേക്കും പോലീസ് ഓഫീസർ കേസ് പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ടാകും. ബൈ മോർണിംഗ് പോലീസ് ഓഫീസർ വിൽ ഹാവ് സോൾവഡ് ദ കേസ്. പോലീസ് ഓഫീസർ അവിടെ കൂടി നിന്നവർക്കെല്ലാമായി വാക്കുകൊടുത്തു. അടുത്തയാഴ്ചയാകുമ്പോഴേക്കും കൊലപാതകി 7 ദിവസമായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ബൈ നെക്സ്റ്റ് വീക്ക് ദ മർഡറർ വിൽ ഹാവ് ബീൻ സെർവിങ് ഹിസ് സെന്റൻസ് ഇൻ പ്രിസൺ ഫോർ 7 days. അടുത്തയാഴ്ചയാകുമ്പോഴേക്കും
കൊലപാതകി 7 ദിവസമായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ബൈ നെക്സ്റ്റ് വീക്ക് ദ മർഡറർ വിൽ ഹാവ് ബീൻ സെർവിങ് ഹിസ് സെന്റൻസ് ഇൻ പ്രിസൺ ഫോർ 7 days. തിരിച്ചു കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിയ പോലീസ് ഓഫീസർ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അന്നവിടെ എത്തിയിരുന്ന മുഴുവൻ ഫോട്ടോഗ്രാഫർമാരോടും ഒപ്പം വീഡിയോഗ്രാഫർമാരോടും എത്താൻ ആവശ്യപ്പെടുന്നു. ഈ കൊലപാതകത്തിൻ്റെ ആകെ തെളിവ് ഒരു ഷൂ പ്രിന്റ് മാത്രമാണ്. ആ വ്യത്യസ്തമാർന്ന ഷൂ ധരിച്ചയാളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസ് ഓഫീസർ ആരംഭിച്ചു. എല്ലാ വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചതിന് ശേഷം പോലീസ് ഓഫീസർ ആ കൊലപാതകിയെ കണ്ടുപിടിച്ചു. കൊട്ടാരത്തിൻ്റെ മാനേജർ തന്നെ. കൊലപാതകിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഓഫീസർ ഉടൻ തന്നെ കൊട്ടാരത്തിൻ്റെ മാനേജരെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ട എല്ലാ നടപടികളും എടുത്തു. പണവും സ്വർണവും മോഹിച്ചു നടത്തിയ ഈ കൊലപാതകത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു.